ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം CMRL എക്സാലോജിക് ഇടപാടിൽ വീണ തൈക്കണ്ടിയുടെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാതെ ഇഡി സമൻസ് നൽകി വിശദമായി ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇന്നലെ വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. HDFC ബാങ്കിൽ ഉണ്ടായിരുന്ന 1.5 ലക്ഷം രൂപയുടെ അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത്. വീണയുടെ ആസ്തിവകകൾ കേന്ദ്രീകരിച്ച് ED പരിശോധന തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ വരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CMRLന്റെ സാമ്പത്തിക ഇടപാട് കേസിൽ UDF നേതാക്കളിലേക്കും അന്വേഷണം. CMRLന്റെ ഡയറിയിൽ ചുരുക്കപ്പേരുള്ള നേതാക്കളിലേക്കും അന്വേഷണം നീളുമെന്നുറപ്പായി. CMRLന്റെ ഓഫീസിലും ശശിധരൻ കർത്തയുടെ വീട്ടിലുമായി നടത്തിയ റെയ്ഡിൽ നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ED പിടിച്ചെടുത്തിരുന്നു. വ്യാജ ചെലവ് കാണിച്ച് 132 കോടിയുടെ ഇടപാടാണ് CMRL നടത്തിയത്. 15 വർഷത്തിനിടയിൽ 182 കോടിയുടെ ഇടപാട്. SS ശരണ്ണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഇപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന്, വീണ തൈക്കണ്ടിയുടെ കാര്യത്തിൽ പരിശോധന തുടരും. വീണ തൈക്കണ്ടി ഇന്നലെ റെയ്ഡിനിടയിൽ നൽകിയ മൊഴി അത് പ്രാഥമികമായ വിവരം ശേഖരിക്കൽ മാത്രമായിരുന്നു. SFIOയിൽ നേരത്തെ തന്നെ വീണ തൈക്കണ്ടി ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. ED ആ മൊഴി കൂടി പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിശോധന തുടരുമെന്നാണ്. ഒരുപക്ഷെ സമൻസ് നൽകി വീണ തൈക്കണ്ടിയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. അതാണ് വീണയുടെ കാര്യത്തിൽ. രണ്ടാമത്, ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുള്ള ചുരുക്കെഴുത്തിലുള്ള മുഴുവൻ നേതാക്കളിലേക്കും വരും. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല, അതേപോലെ കുഞ്ഞാലിക്കുട്ടി, ഇപ്പോൾ മന്ത്രിസഭയിലുള്ള അബ്ദുൽ ഗഫൂറിന്റെ പിതാവ് ഇബ്രാഹിം കുഞ്ഞ്, ഇവരിലേക്കൊക്കെ അന്വേഷണം സ്വാഭാവികമായി എത്താനുള്ള സാധ്യതയുണ്ടോ ശരൺ? അരുൺകുമാർ, അത്തരത്തിലൊരു വിശദമായ അന്വേഷണം തന്നെയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് ED അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇന്നലെ തന്നെ റെയ്ഡുകൾ നടക്കുന്നതിനിടയിൽ നമ്മൾ ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് എക്സാലോജിക്കുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, മറിച്ച് ആർക്കൊക്കെയാണോ കോഴ നൽകിയത്, അതായത് CMRL MD ആയ ശശിധരൻ കർത്ത പല നേതാക്കൾക്കും കോഴ നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച് വരികയാണെന്നുള്ളതാണ്. 135 കോടിയുടെ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് നേരത്തെ SFIO അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അപ്പോൾ ആ 135 കോടിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ED അന്വേഷണം നടക്കുന്നത്. ED പറയുന്നത് ആദ്യഘട്ടത്തിൽ കൂടുതലായി അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ എക്സാലോജിക്കുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. അതിനനുസരിച്ചുള്ള റെയ്ഡുകളാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ 10 ഇടങ്ങളിൽ റെയ്ഡ് നടന്നപ്പോൾ പിണറായി വിജയന്റെ 2 വീടുകളാണ്, അതായത് തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും റെയ്ഡുകൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ചില രേഖകൾ, നിക്ഷേപത്തിന്റെ, വീണയുടെ നിക്ഷേപത്തിന്റെയും ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന്റെയും രേഖകൾ അടക്കം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. ഇനി ഈ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക്, അതായത് എക്സാലോജിക്കുമായിട്ടുള്ള അന്വേഷണം കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തിയ ശേഷം സ്വാഭാവികമായിട്ടും വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഇന്നലെ വീണയുടെ ഒരു വിശദമായ സ്റ്റേറ്റ്മെന്റ് അല്ല ED രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ റെയ്ഡുകൾ നടക്കുന്നതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരത്തിൽ ഈ പ്രതികളായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്താറുണ്ട്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് കാരണമായി ED പറയുന്നത് ഇന്നലെ വീണ നൽകിയ മൊഴി തൃപ്തികരമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീണയെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ സമൻസ് അയക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെയാണ് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ UDF നേതാക്കളിലേക്ക് കൂടി അന്വേഷണം നീളുന്നത്. നേരത്തെ പ്രധാനപ്പെട്ട ഒരു ഡയറി അത് SFIയുടെ പക്കൽ നിന്ന് EDക്ക് ലഭിക്കുകയും ചെയ്തിരുന്നതാണ്. അതായത് ഈ CMRL MD ആയ ശശിധരൻ കർത്ത ആ ഡയറിയിൽ ചുരുക്കപ്പേരുകൾ, നേതാക്കളുടെ ചുരുക്കപ്പേരുകളൊക്കെ തന്നെ എഴുതിയിരുന്നു. അത് OC, RC, PK അടക്കമുള്ള ചുരുക്കപ്പേരുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകേണ്ടതുണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. എന്തായാലും EDയുടെ പക്കൽ ഇപ്പോൾ ഏതൊക്കെ നേതാക്കൾക്ക് എത്ര തുക കൈമാറിയിട്ടുണ്ട്, CMRL നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ്. അത് പരിശോധിച്ച ശേഷം, ഈ ചുരുക്കപ്പേരുകൾ കൂടുതൽ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഈ നേതാക്കളെ വിളിച്ചു വരുത്തി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്യുക. താങ്ക് യു ശരൺ. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ വീണ്ടും നമുക്ക് ലഭിക്കും. എന്താണ് മനസ്സിലാകുന്നത്?